ഭയങ്കര ഡേഞ്ചറുമാണ്. മഴയാണ്, ഭയങ്കര കോടയും മണ്ണിടിച്ചിലും ഒക്കെ പാടായിട്ട് ഞങ്ങള് തിരിച്ചുട്ടോ അവിടുന്ന്. സുമാർ ഒരു 8-9 കിലോമീറ്റർ ഞങ്ങൾ ഓടിട്ടോ മലന്റെ മുകളിൽ കൂടെ. ആകെ ഇടിഞ്ഞു കളക്കുക. അതെ, ഏത് സമയത്തും ഇടിഞ്ഞു പോകാന്നുള്ള. ഇനിയിപ്പൊ ഇത് അങ്ങോട്ട് അങ്ങാടിക്ക് എത്തുമെന്നൊരു സംശയം, പേടി. പക്ഷെ ഒരു രക്ഷയില്ല. ഇവിടെ പെരുമഴ ഇതുവരെ മഴയില്ല. കോടിയും മഴ ഇങ്ങോട്ട് ആകണം മൂടിയിട്ട് യാതൊരു സമാധാനമില്ല. അപ്പൊ നമുക്ക് നോക്കണ്ട, നമുക്ക് പോവാ. കോട മൂടി 3 മണി 2:30 മണിയാണ് പോവാൻ. ഞങ്ങൾക്കൊരു 2:30 മണിയായപ്പോ തന്നെ കോട പോണ്. ഒരു രക്ഷയില്ല. ചിലപ്പോഴത്തെ കാറ്റ് ചിലപ്പോ മടങ്ങി വരാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഞങ്ങൾ മടങ്ങാണ്. അതെ, ഇനി ഇവിടുന്ന് നമ്മളൊരു 7 കിലോമീറ്റർ മലന്റെ ഉള്ളിൽ കൂടെ തന്നെ ഓടാണ്ട്. ചിലപ്പോ കഴിയൂല. നമ്മളവിടെ ഒരു മരം മൂടാല് നിക്കേണ്ടി വരും. ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോയിട്ടും കാര്യമില്ല. ഒരു സ്ഥലത്തുമ്മൽ ഇത്ര ഡേഞ്ചർ ഉണ്ടാവില്ല കേട്ടോ. പോയാടെ ഇറങ്ങാൻ പറ്റൂലല്ലോ. പറ്റൂല, അവിടേക്ക് ഇറങ്ങാൻ പറ്റൂല. മഴ പെയ്താ അവർക്ക് പോകാനും പറ്റൂല. അയാൾ പറഞ്ഞിട്ടില്ല പോയിട്ട് കാര്യമില്ല, പോണ്ടാന്ന്. അതല്ലേ നമ്മള് തിരിച്ചത്. ഏതായാലും വല്ലാത്ത സംഭവം കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇടിഞ്ഞ് ചാടിയതാ. പണി കഴിയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതൊക്കെ ഇടിഞ്ഞ് ചാടിയതാ. പണി ചെയ്യുമ്പോ തന്നെ നമ്മള് പണി ചെയ്യാപ്പോ മഴ കഴിയട്ടെ. ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയതാ. പേടിയാണ്. പേടി കുട്ടികളായിട്ടല്ലേ. കുട്ടികളായിട്ട് ഓല് അതില് കയറാൻ തന്നെ പാടില്ല. ഈ സമയത്ത് പോരാൻ പറ്റും. നമ്മള് പിന്നെ ആണുങ്ങളല്ലേ, അതല്ലല്ലോ. അതില് ചെറിയ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതിലേറെ ഉള്ളത് ഓല് പേടിയാണ്. ജീവിതങ്ങള് മഴ പെയ്യുന്നത് ഒരാളും കൂടെ കരിയത്തുംപാറ പറഞ്ഞാണ്ട് ആരും കൂടെ മണ്ടാൻ നിക്കണ്ട കേട്ടോ. കുറച്ച് റിസ്ക് തന്നെയാണ്. റിസ്ക് എന്ന് പറഞ്ഞപ്പോ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെലികോപ്റ്ററിൽ ഇറങ്ങി വരും. നമ്മളെ പിണറായി വിജയനെ നമുക്ക് സമീപിക്കാൻ ഇനി അങ്ങോട്ട് കൊണ്ടൊക്കെ ഇറങ്ങും വേണം. കേറിയ വരെ ഇറങ്ങണ്ട. അല്ല മോൾ കൂടെ വെള്ളമില്ലല്ലോ, അടിയിലല്ലേ വെള്ളം കിടക്കണ്. അതാണ് വെള്ളപ്പടി തന്നെയാണ്. ഇവിടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോന്നു കേട്ടോ. ഇവിടൊക്കെ വലിയ ഡേഞ്ചർ കേട്ടോ. അല്ല പഴയതും പുതിയതൊക്കെ ഉണ്ട്. കരിയത്തുംപാറ ഇവിടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണ് ഈ JCB വന്നാണ്ടേ ഒക്കെ പരത്താണ്. മണ്ണ് പരത്തിക്കൊണ്ടിരിക്കാം. അങ്ങോട്ട് താഴത്തേക്ക് നേരല്ലേ പോണ്ടി. ബോസിലോ ഒരു കാര്യമില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്താ പറയണേ? ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ടോ അല്ല ചോദിച്ചു നോക്കാം. നമ്മളവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല. അങ്ങോട്ട് ഇറങ്ങാൻ കഴിയൂല. നമുക്ക് തിരിഞ്ഞു പോവാട്ടോ. അല്ലല്ലേ തിരിച്ചങ്ങനെ പോവാച്ചതിന്റെ അവിടെ ഇടിഞ്ഞ് ചാടിയിട്ട് കാറ്റിലൊക്കെ മോളിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇതൊക്കെ ഏത് നിമിഷം ഇഞ്ഞും വരും. 2 ഭാഗത്തും കിടക്കുന്ന ഇട്ടകള്. ഇത് ഒരു അഡ്വഞ്ചറാണ്, ഡേഞ്ചർ പോന്ന് കഴിഞ്ഞാൽ മടങ്ങും. നമുക്ക് ആരും കരിയത്തുംപാറക്ക് ഇപ്പൊ അടുത്ത ഒരു 5-6 മാസത്തിന് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. മഴ പറ്റ കഴിയട്ടെ. മഴ പറ്റ കഴിഞ്ഞിട്ട് പോന്നാ മതി. നല്ല പണി. റോഡൊക്കെ നന്നാവട്ടെ. റോഡൊക്കെ നന്നായിട്ട് വന്നാ മതി. കുട്ടികളായിട്ട് ആരും വരും ചെയ്യരുത്. അത്രയും ഡേഞ്ചറാണ്. ഇവിടെ ഏത് നിമിഷവും എന്ത് സംഭവിക്കും. അമ്മരിക്കത്തെ പണി നടക്കണുള്ളൂ. പണി നടക്കപ്പെടെ നന്നായിട്ട് പൊളിഞ്ഞാടിയത് കെട്ടിപ്പോയി. ഇതൊക്കെ എന്തല്ലോ, ഇതൊക്കെ പൊളിഞ്ഞാടിയതാ. അങ്ങോട്ട് വന്നാണ് കേട്ടോ. നല്ല ഡേഞ്ചർ കേട്ടോ. ഇതൊരു തമാശക്ക് പറയണല്ല. ആരും വരണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. കരിയത്തുംപാറ പറഞ്ഞാണ്ട് ഇങ്ങനെ വണ്ടാ നിക്കണ്ട. ചിലപ്പോ തിരിച്ചു പോരാൻ പറ്റിയില്ലാന്ന് വരും. അതെ, ചിലപ്പോ തിരിച്ചു പോരാൻ പറ്റിയില്ലാന്ന് വരും. പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കണ്ട.
അത് പറഞ്ഞു തന്നെ പറയല്ലാതെ രക്ഷയില്ല. ഇവരൊക്കെ ഇപ്പൊ ഈ മണ്ണ് ഇടിഞ്ഞാടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ ചാടിക്കണ മൊത്തേ എങ്ങനെ കെട്ടിയിട്ടും കാര്യമില്ല. എങ്ങനെ കെട്ടിയിട്ടും കാര്യമില്ല. ഇങ്ങനെ മഴ പെയ്യുന്ന നേരത്ത് എവിടേക്കും പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശക്കാരനാണ് ഞാൻ. ഇനി നമ്മളെ എവിടേക്കും പോകില്ല. ഇതിപ്പോ രണ്ടാമത്തെ മുന്നറിയിപ്പാണ് നമുക്ക്. ഇനി മഴക്കാലൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇതിലൊക്കെ പോകണം. സാഹുലമീത് എന്താ ഉറങ്ങിയോ? സാഹുല്ലമീദേ, സാഹുല്ലമീദേ. ഞങ്ങള് ഫാമിലി ആയിട്ട് പോകാൻ പോകും. ഞങ്ങള് മക്കളും പോയിക്കോട്ടെ. ഇപ്പോ നേരം വെളുത്തിട്ടുണ്ടാവില്ല. മറ്റേ കാറുകാരൻ ബാക്കിലുണ്ട്. ഓലോട് എന്താ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചോട്ടെ. ഓലൊപ്പം പോയിക്കോട്ടെ. നമ്മള് കരിയത്തമ്പാറക്ക് എത്തുമ്പോ തന്നെ നമ്മള് കരിഞ്ഞു പോകും. അങ്ങനെ കരിയത്തമ്പാറക്ക് പോകാണ്ട് നോക്കി ആ മല ഇതൊക്കെ ഇതിനെ പൊടിഞ്ഞ് ചാടിയതാ. ഇത് ഇടിച്ച് കണ്ട് റെഡിയാക്കിയല്ല. വെള്ളച്ചാട്ടാക്കി ഈ മല പൊളിഞ്ഞ വെള്ളച്ചാട്ടോ അടക്കാൻ കഴിയില്ല. അതിമെന്ന് ഒരു കല്ല് വന്നാ പോരെ. ഇതൊന്നേ ഇടിഞ്ഞ് ചാടിച്ചല്ല, അതൊക്കെ ഇടിഞ്ഞ് പോതാ. ഒരു കല്ല് അതിമെന്ന് വന്നാ കഴിഞ്ഞില്ല കഥ. അതൊക്കെ പൊളിഞ്ഞ് ചാടിയതാ. അല്ലാതെ അവിടെ പൊളിച്ചല്ലേ. അടുത്ത വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യും.